ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പൊടി നനയ്ക്കുന്നതിന് പകരം കുറച്ച് മാങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു പുട്ടിന് പൊടിച്ചെടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഓരോ പുട്ടുപൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറയാത്തത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ആ ഒരു മിക്സ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഈ ഒരു പുട്ടിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ മാങ്ങ ടേസ്റ്റിനനുസരിച്ചിരിക്കും. നല്ല ടേസ്റ്റുള്ള നല്ല മണക്കുള്ള നല്ല മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ പുട്ടിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒരു പുട്ട് മേക്കർ അല്ലെങ്കിൽ വലിയ പുട്ടും കുറ്റിയാണെങ്കിലും ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കും കൂടി ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് പുട്ടുപൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈവച്ച് പതുക്കെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ മാങ്ങയുടെ പീസസ് വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ പുട്ടുകുറ്റിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വീണ്ടും 1-2 ലെയറായിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലതെ കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു കുക്കറിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് രാവിലെ കറിയൊന്നും ഇല്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല മാങ്ങ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പഴുത്ത മാങ്ങ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും ഇതിൻ്റെ കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കേണ്ടത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.